തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ LDFിലെ സീറ്റ് വിഭജനത്തിൽ ധാരണയായില്ല. ഇത്തവണ അധികം വന്ന ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മും CPIയും. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്. പറയും. ഗുഡ് മോർണിംഗ് SK. ഇന്ന് 3 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ സീറ്റ് ചർച്ച തുടങ്ങിയിട്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം, അതായത് പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലുമൊക്കെയുള്ള ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രശ്നങ്ങളില്ല. കാരണം മുൻ വർഷത്തെ അതേ ഒരു ക്രൈറ്റീരിയ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചില സീറ്റുകൾ വെച്ച് മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ കാര്യങ്ങളിലുള്ള ചർച്ചകൾ കൂടി പുരോഗമിക്കണം. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പഞ്ചായത്തിലും അതുപോലെ തന്നെ നഗരസഭകളിലും ബ്ലോക്കിലുമൊക്കെ കാര്യങ്ങൾ പരിഹരിച്ചു. എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോഴാണ് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. 22 സീറ്റാണ് മൊത്തം ജില്ലാ പഞ്ചായത്തിലുള്ളത്. കൂടാതെ ഒരു സീറ്റ് കൂടി ഇത്തവണ അധികമായി വന്നു. 23 സീറ്റ് മൊത്തമായിട്ടുണ്ട്. അത് തലനാടാണ് പുതിയതായിട്ട് വന്ന ഡിവിഷൻ. ഈ ഡിവിഷനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം അവരുടെ ശക്തി കേന്ദ്രത്തിലാണ് ഈ സീറ്റ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും കേരള കോൺഗ്രസ് എം നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ CPI അധികമായിട്ട് വന്ന സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് വേണം എന്നൊരാവശ്യം മുന്നണിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതാണ് പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. CPIയും കേരള കോൺഗ്രസ് എമ്മും ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോകുന്നത്. ഈ ഡിവിഷന് കീഴിൽ മൊത്തം 4 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ ഒരു പഞ്ചായത്ത് CPI ഭരിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. CPIക്ക് മേൽക്കൈയുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള 3 പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രമാണെന്ന് അവരും പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടുള്ള സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നേതാക്കൾ എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായി പരിഹരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. വാഗ്ദാനം വെച്ച് മാറാമെന്നുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് CPI എത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ അധിക സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഒരു കീറാമുട്ടിയായി LDFിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. UDFിലേക്ക് വന്നാൽ മുണ്ടക്കയം എരുവേലി സീറ്റുകൾ ലീഗ് ചോദിച്ചതാണ് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ആ വിഷയത്തിൽ നാളെ UDFിലും ചർച്ച തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.